ഫുൾ സ്ക്രീൻ കിട്ടുന്നില്ല എനിക്ക് കേട്ടോ. ഓക്കെ, നമസ്കാരം. AKST ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ USS പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി നടത്തുന്ന ഓൺലൈൻ പരിശീലന പരിപാടിയാണ് വിജയഭേരി. ഇതിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക്, അതായത് കേരളം മുഴുവനുള്ള 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ നമ്മളുടെ മീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരാണ് ഓരോ ദിവസവും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് നയിക്കുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിൽ നിന്നുള്ള ഗവൺമെന്റ് UPS മുക്കത്തോട് സ്കൂളിലെ ഷീബ മോറിസ് ടീച്ചറാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഷീബ ടീച്ചറിനെ ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും കൃത്യമായി സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഷീബ ടീച്ചറെ. താങ്ക് യു സർ. അപ്പം ബഹുമാനപ്പെട്ട സർ, പ്രതീഷ് സർ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയ വിദ്യാർത്ഥികളെ, നമ്മുടെ USS എക്സാം ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 26 നമ്മുടെ എക്സാം. അപ്പൊ ഏറ്റവും കൂടുതൽ നന്നായി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സമയമാണിപ്പോ. എന്തുകൊണ്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് UP ഇംഗ്ലീഷിന്റെ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങളൊക്കെ കുറെ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു മോഡൽ, അതായത് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ എന്നുള്ളതൊന്ന് പറഞ്ഞേക്കാം. ആദ്യമേ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 15 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് ഇംഗ്ലീഷിന് വരുന്നത്. ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് വരുന്നത് 15 മാർക്കിന്റെ ചോദ്യമാണ്. അതിൽ ആദ്യം തന്നെ നമുക്കൊരു 4 മാർക്കിന്റെ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ടാവും. അതിൽ നിന്നായിരിക്കും 4 മാർക്കിന്റെ ചോദ്യം വരുന്നത്. പിന്നീട് ഒരു കോംപ്രിഹെൻഷൻ ഫോം ഉണ്ടാവും. അതിൽ നിന്നൊരു 3 മാർക്കിന്റെ ചോദ്യം ഉണ്ടാകും. പിന്നീട് വരുന്ന ഒരു ലാംഗ്വേജ് എലമെന്റ്സ്, ഒരു 6 മാർക്കിന്റെ ചോദ്യം. വീണ്ടും വെക്കാബുലറി 2 മാർക്കിന്റെ ചോദ്യം. അങ്ങനെ ടോട്ടൽ 15 മാർക്കിന്റെ ചോദ്യമാണ് നമുക്ക് ഈ ഇംഗ്ലീഷ് എക്സാമിന് വരുന്നത്. നമ്മൾ 5, 6, 7 ക്ലാസ്സുകളിൽ പഠിച്ച ഇംഗ്ലീഷിന്റെ വെക്കാബുലറി, ലാംഗ്വേജ് എലമെന്റ്സ്, പിന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇവയെല്ലാം ടെസ്റ്റ് ചെയ്യാൻ ഉതകുന്ന ചോദ്യങ്ങളായിരിക്കും നമുക്ക് USS എക്സാമിന് ചോദിക്കാം. പ്രധാനമായും കുറെ ടോപ്പിക്സുകൾ പറയുന്നുണ്ട് എങ്കിലും ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 7ാം ക്ലാസ്സിലെ കുറെ ടോപ്പിക്സുകളാണ്. ഞാൻ ഏതൊക്കെയാണ് ആ ടോപ്പിക്കുകളെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. 7ാം ക്ലാസ്സിൽ നമ്മൾക്ക് പഠിക്കേണ്ട ടോപ്പിക്സ്. ഇന്ന് 1 മണിക്കൂറത്തെ ക്ലാസ് കൊണ്ട് എല്ലാ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാൻ സാധിക്കില്ല. എങ്കിലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെന്ന് ഞാനൊന്ന് പറഞ്ഞതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തരാം. ഓക്കെ, 1ാമത്തെ യൂണിറ്റില് ഹാർമണി ഓഫ് മാവൽസ് എന്ന യൂണിറ്റില് കുട്ടികളെല്ലാവരും ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. 7ാം ക്ലാസ്സിലെ 1ാം ഭാഗം ടെക്സ്റ്റും 2ാം ഭാഗം ടെക്സ്റ്റും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. അതുപോലെ ഒരു നോട്ട് ബുക്കും ഒരു പേനയും കയ്യിൽ വെച്ചിരിക്കുക. ഇമോജീസ് അയച്ചുകൊണ്ടിരിക്കാതിരിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ എന്തെങ്കിലും ചോദ്യം ഞാൻ ചോദിച്ചാല് ഉത്തരം എല്ലാവരും കൂടി മൈക്ക് ഓൺ ചെയ്ത് പറയണ്ട. ജസ്റ്റ് ആരെങ്കിലും ഒരു ഉത്തരം എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ മറ്റ് ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഈ ടോപ്പിക്കുകൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റ് വരുന്നത് നമുക്ക് ഫസ്റ്റ് ലെസണിൽ വരുന്നത് എഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റ്, പാർഷ്യൽ എഗ്രിമെന്റ്. അത് നമ്മൾ പഠിച്ചതാണ്, ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചതാണ്. അടുത്തത് കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ്. ഞാൻ ഈ ടോപ്പിക്ക് മാത്രം പറഞ്ഞു പോവുകയാണ്, ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ടോപ്പിക്ക് പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ പറയുള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, റിഫ്രെയിൻ, അലിട്രേഷൻ, അസോണൻസ്. അതാണ് ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, പഠിക്കേണ്ട ടോപ്പിക്കുകൾ.
അടുത്ത യൂണിറ്റ് 2-ല് യൂസേജ് ഓഫ് ഷുഡ്, വുഡ് ആൻഡ് കുഡ്. രണ്ടാമത്തെ കണ്ടീഷണൽ ക്ലോസ്, ഐ വിഷ്, റിലേറ്റീവ് പ്രോനൗൺസ്, പ്രൈം സ്കീം. അത്രയുമാണ് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത്. മൂന്നാമത്തെ യൂണിറ്റില് ക്ലൗഡ് 9 എന്ന യൂണിറ്റില് സീക്കിംഗ് പെർമിഷൻ, ഗിവിംഗ് പെർമിഷൻ ആൻഡ് റെഫ്യൂസിംഗ് പെർമിഷൻ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പെർസോണിഫിക്കേഷൻ. യൂണിറ്റ് 3-ൽ അത്രയാണ്. യൂണിറ്റ് 4 കളക്റ്റീവ് നൗൺസ്, ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ്, കൊലക്വേഷൻസ്, as, making suggestions, visual imagery in poetry. അത്രയുമാണ് യൂണിറ്റ് 4. യൂണിറ്റ് 5-ല് hours of dawn, blazing moon, gathering dusk. ഇത്രയുമാണ് നമുക്ക് പഠിക്കാൻ വരുന്ന ടോപ്പിക്കുകൾ. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. കാരണം അത് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ചതും ഈ വർഷം ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ളതുമായ ചോദ്യങ്ങളാണ്, ടോപ്പിക്കാണ്. നമ്മൾക്കറിയാം, വർഷാവർഷമായിട്ട് ഞാൻ USSന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുമ്പോഴും ക്വസ്റ്റ്യന്റെ നിലവാരം വളരെ ഉയരത്തിലാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറെ കുട്ടികൾക്ക് USS ലഭിക്കുകയും ഒരുപാട് നല്ല ചോദ്യവുമായിരുന്നു. പക്ഷെ ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാൻ, എക്സ്പെക്ട് ചെയ്യേണ്ടത് വളരെ നല്ല നിലവാരത്തിലുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഈ പ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവരാണ്. ഒരുപാട് പേര് പരീക്ഷ എഴുതുന്നു. കഴിഞ്ഞ വർഷമൊക്കെ നമുക്കൊരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നു. പ്രാവശ്യം അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്നവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഷീബ മോറിസ്. ഞാൻ ഗവൺമെന്റ് UPS മുക്കത്തോട് ചവറ സബ് ജില്ലയിലെ ടീച്ചറാണ്. നിങ്ങളെല്ലാവർക്കും ഒരു ക്ലാസ് എടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കില് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് പേജ് 25 എടുക്കുക. പേജ് 25 എല്ലാവരും എടുത്താൽ മനസ്സിലാവും എന്താണ്. ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ഒരു മിനിറ്റ് ടീച്ചറെ, ശിവ ടീച്ചറെ, ഒരു നിമിഷം. ഒരു ഷാജി വട്ടപ്പറമ്പത്ത് പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്കർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ കുട്ടി ശ്രദ്ധിക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതുപോലെ മറ്റുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിക്കർ ഇട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരും. ഓക്കെ ടീച്ചറെ. Okay, sir. So all of you take page number 25. ഞാൻ ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. ഇടയ്ക്ക് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. So all of you take page number 25. There is a poem written by Rabindranath Tagore, and in wonder and amazement I sing. The poem, you have already studied the poem, and there is an important question from that poem. That is refrain. You have studied that. What is refrain? What is the definition of refrain? A refrain is a line or phrase that is repeated within the lines or stanza. നമുക്കറിയാം, ഈ പോം പഠിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടായിരിക്കും ഒരു ലൈൻ ഓരോ സ്റ്റാൻസയിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കുമ്പോൾ അറിയാം വിച്ച് വാസ് ദാറ്റ് ലൈൻ. ദാറ്റ് ഇസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ഒരു ബ്യൂട്ടിഫുൾ ലൈനാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ലൈനാണ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ദാറ്റ് ലൈൻ ഈസ് റിപ്പീറ്റഡ് ഇൻ എവറി stanza. So that is called refrain. അപ്പൊ റിഫ്രെയിൻ എന്താണ്? അപ്പൊ നമുക്ക് ചോദ്യം വരുന്നത് എങ്ങനെയാണ്? അപ്പൊ എന്താണ് റിഫ്രെയിൻ എന്ന് മനസ്സിലാക്കി, ഒരു സ്റ്റാൻസയിൽ തന്നെ ഒരു ലൈൻ, ഓരോ സ്റ്റാൻസയിലും ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ റിഫ്രെയിൻ എന്ന് പറയുന്നത്. സോ ഹൗ ക്യാൻ യു എക്സ്പെക്ട് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദിസ്? ദാറ്റ് ഈസ്, നിങ്ങൾക്കൊരു ലൈൻ തന്നിട്ട് നമുക്കൊരു ചോദ്യം തരും. ക്യാൻ യു ഫൈൻഡ് ദ poetic element mentioned in this poem, in this line? എന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ കുറെ ഓപ്ഷൻ തരും. ചിലപ്പോൾ തരുന്ന ഓപ്ഷൻ ചിലപ്പോൾ അലിട്രേഷൻ, പെർസോണിഫിക്കേഷൻ, റിഫ്രെയിൻ.
പിന്നെന്താ മെറ്റഫർ, അങ്ങനെ വല്ലതും തന്നിട്ട് അപ്പൊ നമ്മൾ അതിനകത്ത് ഉത്തരം എന്താണ് കണ്ടെത്തി എഴുതേണ്ടത്? റിഫ്രെയിൻ. അപ്പൊ എന്താണ് റിഫ്രെയിൻ എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ വാട്ട് ഈസ് എ റിഫ്രെയിൻ? റിഫ്രെയിൻ ഈസ് എ ലൈൻ ഓർ ഫ്രേസ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് വിതിൻ ദ ലൈൻസ് ഓർ സ്റ്റാൻസ. ഒരു ലൈനിനുള്ളിലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻസായിലോ ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് റിഫ്രെയിൻ എന്ന് പറയുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് റിഫ്രെയിൻ. നമുക്ക് ടെക്സ്റ്റ് കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് ഈ ലൈൻ ആയിരിക്കത്തില്ല വരുന്നത്, വേറൊരു പോയത്തിൽ നിന്ന് ഒരു ലൈനായി. ഇപ്പൊ ഞാനൊരു പോം പറയാം. ഓ മേരി ഗോ ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം ആൻഡ് കോൾ ദ കാറ്റിൽ ഹോം അക്രോസ് ദ സ്പാൻസ് ഓഫ് ഡി. So this is a 4-line poem. So which line repeats? If you understood, you just message. Don't try to switch on the mic and answer. Just message the answer. Which line repeats? എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാം അത്. And call the cattle home and call the cattle home. That's the line repeated. So we can say that this is called a refrain. Is it clear to you? Hope it is clear to you. Okay, shall I move on to the next topic? ഒരു ചോദ്യം നമുക്ക് ഇതിനകത്ത് വന്നാൽ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഉറപ്പുണ്ട്. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതിന് തന്നെ ഒരു ഇതിനൊരു എക്സാമ്പിൾ കൂടി തന്നിട്ട് പറയാം. അടുത്തത് പേജ് നമ്പർ പാർട്ട് 2 പേജ് നമ്പർ 133, ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ലെസൺ ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാനിപ്പോ ക്ലാസ്സിൽ പഠിപ്പിച്ചതേ ഉള്ളത്. ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ. ആ ലൈനകത്തും എന്താണ് ഒരു ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഏതാണ് ലൈൻ റിപ്പീറ്റ് വരുന്നത്? നോക്കിയേ. I will ease your mind. I will ease your mind. I will lay me down. ആ ലൈനൊക്കെ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയും? റിഫ്രെയിൻ എന്ന് പറയും. അപ്പൊ രണ്ട് പോയത്തിലാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നോക്കി, ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പേജ് നമ്പർ 26, അലിട്രേഷൻ. എന്താണ് അലിട്രേഷൻ? പേജ് നമ്പർ 26ലേക്ക് പോകാം. പേജ് നമ്പർ 26ലേക്ക് പോകാം. The repetition of initial consonant sound of a word in the same line of a poem is called alliteration. എന്താണ് അലിട്രേഷൻ? നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായി കാണും എന്താണ് അലിട്രേഷൻ എന്ന്. അതായത് ഒരു ലൈനിൽ തന്നെ കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരിക. അപ്പൊ എന്താണ് സംശയം വരും? കൺസണന്റ് എന്താണെന്നുള്ള സംശയം വരും. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷ് 26 ലെറ്റേഴ്സ് ഉണ്ട്. അതില് എന്താണ് AEIOU എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. AEIOU വൗവൽസ് ആണ്. ആ വൗവൽ സൗണ്ട് റിപ്പീറ്റ് വൗവൽ സൗണ്ട് കഴിച്ചു വരുന്ന ബാക്കി 21 ലെറ്റേഴ്സ് ഉണ്ട്. അതിനെ കൺസണന്റ് എന്ന് പറയും. ഈ കൺസണന്റ് സൗണ്ട് ടീച്ചറിന്റെ മൈക്ക് മ്യൂട്ടായേ. ഷീബ ടീച്ചറെ മൈക്ക് മ്യൂട്ടാണ്. ഇപ്പോഴും മൈക്ക് മ്യൂട്ടാണ്.
ഹലോ, കേൾക്കാമോ സാറേ? ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. സാറേ, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് എനിക്ക് ഫുൾ പിക്ചർ ഇത് വരുന്നില്ല, അതുകൊണ്ടാണ് ഫുൾ സ്ക്രീൻ വരുന്നില്ല. അതാണ് ഞാൻ നോക്കിയപ്പോഴാണ് ഓഫ് ആയി പോയത്. ഓക്കെ, സോ വിൽ കണ്ടിന്യൂ. സോ വാട്ട് ഈസ് ആൻ അലിട്രേഷൻ? പേജ് നമ്പർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, പേജ് നമ്പർ 26. So repetition of initial consonant sound of a word in the same line of a poem is called alliteration. ഇത് നമ്മൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ ഈ ലൈൻ നോക്കിയേ നമ്മൾ. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആ ലൈൻ ഒന്ന് നോക്കാം. അതിനകത്ത് കൺസണന്റ് സൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കൺസണന്റ് സൗണ്ട് എന്ന് മനസ്സിലായോ? അതായത് എ ഇ ഐ ഒ യു വൗവൽസ് കഴിച്ചു വരുന്ന 21 ലെറ്റേഴ്സിനെ നമ്മൾ കൺസണന്റ് സൗണ്ട് എന്ന് പറയും. അപ്പൊ നോക്കിയേ, ദ സ്കൈ, സ്കൈ എന്ന് പറഞ്ഞ യെസ്, വീണ്ടും ആ എസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ ലൈനില്? നോക്കിയേ, സ്കൈ, സൺ, സ്റ്റാർ, 3 സ്ഥലത്താണ് എസ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അലിട്രേഷൻ എന്ന് പറയുന്നത്. കൺസണന്റ് സൗണ്ട് ഒരു ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിനെ അലിട്രേഷൻ എന്ന് പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇത് മനസ്സിലായി കാണും, വളരെ സിമ്പിൾ ആണ്, മനസ്സിലായി കാണും. ഇതിന് ദ സ്കൈ ഈസ് ഫുൾ ഓഫ് ദ സൺ ആൻഡ് ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, എമംഗ് ഓൾ ദീസ് ഐ ഹാവ് ഫൗണ്ട് എ പ്ലേസ് ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ്. ആ സ്റ്റാൻസ് ഞാൻ ഈ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ലൈനിൽ മാത്രമാണ് കൺസണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൗവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് എന്ത് പറയും? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം. വൗവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് പറയുന്നതാണ് അസോണൻസ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അസോണൻസ് കേട്ടിട്ടുണ്ടാവും. അസോണൻസ് ഇസ് ദ റെപ്പറ്റീഷൻ ഓഫ് വൗവൽ സൗണ്ട് in nearby words, especially in stressed syllables. It is used to create internal rhyming and enhance the musical quality of the text. അതായത് അസോണൻസ് എന്ന് പറഞ്ഞാൽ വൗവൽ സൗണ്ട്, എ ഇ ഐ ഒ യു, ഈ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരും ഒരു ലൈനിൽ തന്നെ, അല്ലെങ്കിൽ ആ ലൈനിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരു വേർഡിന്റെ ഇന്റേണൽ ലെറ്റേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് വരും, അല്ലെങ്കിൽ വേർഡിന്റെ ബിഗിനിൽ റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ വരുന്നതിന് നമ്മൾ വൗവൽ റൈം എന്നും പറയും. 2 പേരാണ് ഇതിന് പറയുന്നത്, അസോണൻസ് എന്നും പറയും, വൗവൽ റൈം എന്നും പറയും. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും? ലൈൻ തന്നിട്ട് ഫൈൻഡ് ഔട്ട് ദ വൗവൽ റൈം, അല്ലെങ്കിൽ ഏത് പോയറ്റിക് എലമെന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓപ്ഷൻസ് തരും. അപ്പൊ നമ്മൾ കണ്ടെത്തണം അസോണൻസ് ആണോ അലിട്രേഷൻ ആണോ എന്ന് കണ്ടെത്തണം. അപ്പം കൺസണന്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അലിട്രേഷനും, വൗവൽസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അസോണൻസും, വൗവൽ റൈം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക്, ഈ നമ്മൾ ഓരോന്നൊന്നും കണക്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? റിഫ്രൈൻ പറഞ്ഞു, ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പറഞ്ഞു, 2ാമത് അലിട്രേഷൻ പറഞ്ഞു, 3ാമത് അസോണൻസ് പറഞ്ഞു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് റൈം. ഇനി എന്താണ് റൈം? ഒരു പോയത്തിൽ റൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മള് കൊച്ചു ക്ലാസ് മുതലേ, അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് പോലെ നമ്മൾ ഒരു പോം പഠിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ദാറ്റ് വി ആർ ഡൂയിങ് ഈസ് ഫൈൻഡിങ് ദ റൈം വേർഡ്സ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് റൈമിംഗ് വേർഡ്സ് എന്ന് ചോദിച്ചാൽ അറിയായിരിക്കും. ഞാൻ ഒരു ലൈൻ വായിക്കാം. അപ്പ് ഇൻ ടു ദ ചെറി ട്രീ, നമ്മൾ പഠിച്ച ഒരു പോയമാണ്. അതാണ് ആ പോയത്തിന്റെ പേജ് നമ്പർ 48 പേജ് നമ്പർ 48 എടുത്താൽ, എന്നോടൊപ്പം നിങ്ങൾ ടെക്സ്റ്റ് എടുത്താൽ ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ടു യു. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്ന പഠിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. പേജ് നമ്പർ 48 എടുത്തേ. 46ലാണ് പോം, ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പോം നമ്മൾ പഠിച്ചതാണ്, ഫോറിൻ ലാൻഡ്. അതിൽ പേജ് നമ്പർ 46 അവിടെ തന്നിട്ടുണ്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ്? അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹു ഷുഡ് ക്ലൈംബ് അപ്പ് ബട്ട് ലിറ്റിൽ മീ, I held the trunk with both my hands and looked abroad on foreign land. So these 4 lines. So എല്ലാവർക്കും എന്തറിയാം? റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് അറിയാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാം. ഞാനങ്ങ് പറഞ്ഞേക്കാം ഉത്തരം, കാരണം ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയുകയാണ്.
ഓക്കെ, ട്രീ. അടുത്തത് എന്താണ്? അതുമായിട്ട് ചെയ്യുന്ന മീ. അടുത്തത് ഹാൻഡ്സ്. അടുത്തത് ലാൻഡ്. So these are the words that is rhyming words. ഈ നമ്മൾ ഏതൊരു പോം പഠിച്ചു കഴിഞ്ഞാലും അതിന്റെ റൈമിംഗ് വേർഡ്സ് നമ്മൾ കണ്ടെത്താൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതുമായിട്ട് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ്, അതിലേക്ക് ഞാൻ കടക്കുവാണ്. ഈ റൈമിംഗ് വേർഡ്സിന് ഒരു പാറ്റേണിന് നമ്മൾ പേര് കൊടുക്കും. ഈ റൈമിംഗ് പാറ്റേണിന് നമ്മൾ പേര് കൊടുക്കും. അത് നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ക്ലാസ്സിൽ, അതായത് ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചപ്പോൾ അത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ട്രീ, ആ പാറ്റേണിന് നമ്മൾ എ എന്ന് പേര് കൊടുക്കുന്നു. രണ്ടാമത്തത് അതേപോലെയുള്ള സൗണ്ടാണ്, ട്രീ മീ. കേൾക്കുമ്പോ എന്താണ്? ഒരേപോലെ സൗണ്ട്. അപ്പൊ നമ്മൾ രണ്ടാമത്തേന് എന്ത് കൊടുക്കുന്നു? എ എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തെ കണക്കാണോ? അല്ല. മൂന്നാമത്തെ നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. നാലാമത്തെ എന്ത് കൊടുക്കും? ബി എന്ന് തന്നെ കൊടുക്കും, അല്ലെ? എന്താ കാരണം? മൂന്നാമത്തെ ലൈൻ പോലെ തന്നെയാണ് നാലാമത്തെ ലൈൻ. അപ്പൊ അതിന് പറയുന്ന പേരെന്താണ്? ഈ റൈം സ്കീമിന് പറയുന്ന പേരെന്താണ്? എ എ ബി ബി. അപ്പൊ ഈ 4 ലൈൻ തന്നിട്ട് ഇതിന്റെ റൈം സ്കീം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. ഒരേപോലെ സൗണ്ട് വരുന്നതിന് നമ്മൾ എ എന്ന് കൊടുത്തു. അടുത്തത് ഡിഫറെന്റ് സൗണ്ട് ആണെങ്കിൽ അതിന് ബി എന്ന് കൊടുത്തു. അതേപോലെയുള്ള സൗണ്ട് ആണെങ്കിൽ വീണ്ടും ബി എന്ന് കൊടുക്കും. ഇനി വേറെ ലൈനാണ് അടുത്തതെങ്കിൽ എന്ത് കൊടുക്കും? നമ്മൾ പി എന്ന് കൊടുക്കും. ആരോ മൈക്ക് ഓൺ ആയിട്ട് നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പറയാൻ ശ്രമിക്കുവാണോ? ഇനി ഇപ്പൊ ഈ റൈം സ്കീം മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. ഡൗട്ട് ഇല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ഇതിനൊരു എക്സാമ്പിൾ കൂടി പറയാം. ഒന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നോക്കി, എ വണ്ടർഫുൾ ബേർഡ് ഇസ് ദ പീകോക്ക്. ഫസ്റ്റ് ലൈൻ ആണ്, വണ്ടർഫുൾ ബേർഡ് ഇസ് ദ പീകോക്ക്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് റൈമിംഗ് വേർഡ് ഏതാന്നുള്ളത് നോക്കാം. അടുത്ത, ഹൂസ് ഫ്രണ്ട് വാസ് എ കോക്ക്. തേർഡ് ലൈൻ, ദേ ബിഫ്രണ്ടഡ് എ പീഹെൻ. അടുത്ത ഫോർത്ത് ലൈൻ, who now and then. Fifth line, made her hide in a dock. അപ്പൊ ഒന്നും കൂടി ആ പോം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കാം. എന്നിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ റൈമിംഗ് വേർഡ് ഒന്ന് താഴോട്ട് എഴുതിയാൽ പെട്ടെന്ന് നമുക്ക് കൊടുക്കാം, പേര് കൊടുക്കാം. A wonderful bird is the peacock, whose friend was a cock. They befriended a peahen, who now and then made her hide in a dock. അതിനകത്ത് വാക്കുകളൊന്നും ഞാൻ പറയാം, റൈമിംഗ് വേർഡ് മാത്രം ഒന്ന് പറയാം. പീകോക്ക്, കോക്ക്, പീഹെൻ, hen, then and dog. These are the rhyming words. ഇതിനൊന്ന് പേര് കൊടുത്തു നോക്കാം. പീകോക്ക് നമ്മൾ എന്ത് പേര് കൊടുക്കും? എ എന്ന് പേര് കൊടുക്കും. കോക്കിന് എന്ത് പേര് കൊടുക്കും? എ എന്ന് തന്നെ കൊടുക്കും. കാരണം പീകോക്കും കോക്കും കൂടിയാ ചേരുന്നത്, എ എ. അടുത്ത പീഹെൻ എന്ത് പേര് കൊടുക്കും? ബി എന്ന് കൊടുക്കും. അടുത്ത ദെൻ എന്ത് പേര് കൊടുക്കും? ബി എന്ന് തന്നെ കൊടുക്കും. അടുത്ത ഡോക്കിന് എന്ത് പേര് കൊടുക്കും? എ എന്ന് കൊടുക്കും. എന്തുകൊണ്ടാണ് എ എന്ന് കൊടുത്തത്? അത് അവിടെയാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് എ എന്ന് കൊടുക്കുന്നത്? ആരാ ഓണാക്കിയത്? പ്ലീസ് മൈക്ക് ഒന്ന് ഓഫ് ആക്കണേ. എന്തുകൊണ്ടാണ് ഡോക്കിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തത്? കാരണം പീകോക്ക്, കോക്ക്, അതിന് രണ്ടിനും കൊടുത്ത അതേ സൗണ്ട് ആണ് വീണ്ടും ഡോക്കിന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എ എന്ന് കൊടുത്തത്. അപ്പൊ ഇതിന്റെ റൈമിംഗ് സ്കീം എന്താണ്? എ എ ബി ബി എ. ഈ റൈമിംഗ് സ്കീമിന് ഒരു പേര് കൂടി പറയുന്നുണ്ട്. ഈ റൈമിംഗ് സ്കീമിന് പറയുന്ന പേരാണ് ലിംറിക് പോയത്തിന്റെ റൈമിംഗ് സ്കീമാണിത്. ലിംറിക് പോം. ലിംറിക് പോം എന്ന് വെച്ചാല് ഇത് ഈ ലിംറിക് പോം എന്ന് പറഞ്ഞാല് 5 വരികൾ വരുന്ന പോമാണ്. 5 വരികൾ ഉൾപ്പെടുന്ന പോമാണ് ലിംറിക് പോം. എഡ്വേർഡ് ലിയർ ആണ് ഈ ഇതിന്റെ ലിംറിക് പോമിന്റെ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ വരികളാണ് ലിംറിക് പോംസ്. അദ്ദേഹത്തിന്റെ വരികള്, അദ്ദേഹമാണ് ഇതിന്റെ മാസ്റ്റർ എന്ന് പറയാം. എഡ്വേർഡ് ലിയർ ആസ് ദ മാസ്റ്റർ ഓഫ് ലിംറിക്. 5 ലൈൻ വിത്ത് റൈമിംഗ് സ്കീം എ എ ബി ബി എ. ഇതൊരു പ്രാവശ്യം USSന് ചോദിച്ചതായതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ ഈ ക്ലിയർ ആവുന്നില്ല.
അദ്ദേഹത്തിന്റെ ഈ പോം ക്ലിയർ ആകുന്നില്ലേ പറയുന്നത്? ക്ലിയർ ആണോ? ഈ ലിംറിക് അത് എഡ്വേർഡ് ലിയർ ഇസ് കൺസിഡർഡ് ആസ് ലിംറിക് പോംസിന്റെ മാസ്റ്റർ ആയിട്ട് അദ്ദേഹത്തെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. എഡ്വേർഡ് ലിയർ അദ്ദേഹത്തിന്റെ ഈ ലിംറിക് പോയത്തിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് AABBA. ടീച്ചറെ റൈമിംഗ് സ്കീം AABBA. ലിംറിക് പോയത്തിന്റെ റൈമിംഗ് സ്കീമാണ് AABBA. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയി. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. കാരണം ഇതൊക്കെ ഓരോ മാർക്കിന് വരുന്ന ചോദ്യങ്ങളായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതല്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദാറ്റ്. ഓക്കെ. അടുത്തത് വരുന്നത് അതും ടീച്ചർ ക്ലിയർ ആവുന്നില്ല കേൾക്കുന്നത്. മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. അത് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ടീച്ചറെ തിരിച്ചു വരും. ടീച്ചറെ ക്ലിയർ ആവുന്നില്ല. മൈക്ക് എല്ലാരും മ്യൂട്ട് ചെയ്യൂ. ടീച്ചർ ഇരിക്കുന്നിടത്ത് നെറ്റിന്റെ ഇഷ്യൂ ആണ്. കേൾക്കാമോ സാറേ? കേൾക്കാമോ? ഞാൻ പുറത്തോട്ടിരിക്കുന്നു. അപ്പൊ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പെർസോണിഫിക്കേഷൻ. എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? പെർസോണിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇപ്പോ നമ്മുടെ ഒരു പോയത്തില് കൂടുതലായിട്ട് പെർസോണിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. മൊത്തം പെർസോണിഫിക്കേഷൻ പറഞ്ഞൊരു പോയമുണ്ട്. എന്താണ് പെർസോണിഫിക്കേഷൻ ഞാൻ പറയാം. The figure of speech is which human characteristics are attributed to an abstract quality, animals or inanimated object. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സ് ആണ്. ആസ് ഹ്യൂമൻ ബീയിങ്സ് they are able to laugh, cry and many more things can do. Human beings can do many more things, but so animals or some other things they cannot do all these things. But some poems, when we study some poems, some poets എന്താ ചെയ്യുന്നത്, ഈ ഹ്യൂമൻ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ചെയ്യും. ആർക്ക് ആട്രിബ്യൂട്ട് ചെയ്യും? ഇങ്ങനെയുള്ള അനിമൽസിനും മറ്റ് തിങ്സിനും ഹ്യൂമൻ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ പറയുന്ന പേരാണ് പെർസോണിഫിക്കേഷൻ. ഇപ്പോ നമ്മൾ പഠിച്ച ഒരു പോം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ദ മെഡോസ് ലാഫ്. ആ പോയം ഏതായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? The greenwoods laugh with the voice of joy, the meadows laugh with lively green. ആ പോയത്തിൽ മുഴുക്ക എന്താണ്? പെർസോണിഫിക്കേഷൻ ആണ്. ഒരു ഗ്രീൻവുഡ് ലാഫ് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മൾ പലപ്പോഴും ഗ്രീൻവുഡ്സ്, ഓക്കെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചോ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, മൈക്ക് ഓൺ ആക്കണ്ട കേട്ടോ. സോ ഗ്രീൻവുഡ്സ് ലാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഗ്രീൻവുഡ് ലാഫ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ് ആട്രിബ്യൂട്ടഡ് ടു ഗ്രീൻവുഡ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഗ്രീൻവുഡ് ലാഫ് എന്ന് പറയുന്നത് ഒരു ലാഫ് എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റിയാണ് ഗ്രീൻവുഡിന് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു നിമിഷം ടീച്ചറെ, മക്കളെ സൗണ്ടിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനിവിടെ പറഞ്ഞുകൊള്ളാം. ടീച്ചറിന് നിലവില് ശബ്ദത്തിന് പ്രയാസമൊന്നുമില്ല. നിങ്ങളിൽ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഇത് കേൾക്കാതിരിക്കുന്ന ഒരു പക്ഷെ നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ മൂലമാകും.
നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് മാറിയിരിക്കുക. ഇപ്പൊ ടീച്ചർ തന്നെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ നെറ്റിന്റെ പ്രശ്നം വന്നപ്പോൾ ടീച്ചർ പുറത്തോട്ട് ഇറങ്ങിയത് കണ്ടില്ലേ? അതേപോലെ നിങ്ങൾ നല്ല രീതിയിൽ നെറ്റ് കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്, അതായത് ഈ എന്താ മീറ്റ് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ലിങ്ക് വഴി കയറി വരാൻ നോക്കുക. നിങ്ങളിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്നോ രണ്ടോ കുട്ടികൾ ക്ലിയർ ആകുന്നില്ല എന്ന് ഇങ്ങനെ വിളിച്ച് പറയരുത്. തുടക്കത്തിലേ പറഞ്ഞാണ് നിങ്ങൾ മൈക്കെല്ലാം മ്യൂട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ ടീച്ചറെ, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കുട്ടികൾ പറയുമ്പോഴേ നമുക്കങ്ങ് വിഷമമാവും, കുറെ പേർക്ക് കിട്ടുന്നില്ലല്ലോ. അതെ. ഇത് ഒരു കാര്യം കൂടെ, ഈ ക്ലാസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ റെക്കോർഡഡ് ക്ലാസ്സും പിന്നീട് ലഭിക്കും. ഓക്കെ, അപ്പൊ എവിടെയെങ്കിലും ഭാഗം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആ റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന ക്ലാസ് എടുത്ത് നോക്കിയാൽ മതിയാവും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ളത് അവിടെ വെച്ച് ക്ലിയർ ആവും. ഓക്കെ ടീച്ചറെ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പെർസോണിഫിക്കേഷൻ. ഐ റിപ്പീറ്റ് ഇറ്റ്. വാട്ട് ഈസ് പെർസോണിഫിക്കേഷൻ? അതായത് നമ്മുടെ ഹ്യൂമൻ ക്വാളിറ്റീസ് ഈ നമ്മുടെ ആനിമൽസിനും മറ്റ് ഇൻആനിമേറ്റഡ് ഒബ്ജക്ട്സ് അവർക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ. ഇപ്പം ഒരു ഗ്രീൻ വുഡ് അല്ലെങ്കിൽ മെഡോസ്, ഇതൊക്കെ ലാഫ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓക്കെ. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ അട്രിബ്യൂട്ടഡ് ടു ആൻ അബ്സ്ട്രാക്ട് ക്വാളിറ്റി. അതായത് നമ്മുടെ ഹ്യൂമൻ ക്വാളിറ്റി, ജസ്റ്റ് ലൈക്ക് ക്രൈയിങ്, ലാഫിങ്, ഡാൻസിങ്, സ്മൈലിങ്, ഈറ്റിംഗ്, മാരിയിങ്, അങ്ങനെയൊക്കെ ഉള്ള, നമുക്ക് പണ്ടൊരു പോയം പഠിക്കാനുണ്ടായിരുന്നു. ഒരു പൂച്ചയും ഒരു ഓർമ്മയില്ല, പൂച്ചയും പിന്നൊരു അതുകൊണ്ട് അവർ ഡാൻസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു പോയം ഉണ്ടായിരുന്നു, പേര് ഓർമ്മ വരുന്നില്ല. അപ്പൊ അതിനകത്ത് ഒരുപാട് എന്താണ് പെർസോണിഫിക്കേഷൻ ആണ്. പെർസോണിഫിക്കേഷൻ അത് ഒരിക്കലും ഒരു പൂച്ച ഡാൻസ് ചെയ്യോ പൂച്ച കല്യാണം കഴിക്കുകയോ ചെയ്യില്ല. പക്ഷെ എന്താ പറയുന്ന, ഈ പോയത്തിൽ പറയുന്ന പൂച്ച കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അതെന്താ, അത് അതിന്റെ ഹ്യൂമൻ ക്വാളിറ്റി ആർക്ക് ആട്രിബ്യൂട്ട് ചെയ്യുന്നു? ഈ ആനിമൽസിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് അതിന് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള പേജ് നമ്പർ 77 നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പേജ് നമ്പർ 77 പെർസോണിഫിക്കേഷൻ ആണ് മൊത്തം. നോക്കിയേ, ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് എ വോയിസ് ഓഫ് ജോയ്. ഗ്രീൻ വുഡ്സ് ലാഫ് വിത്ത് വോയിസ് ഓഫ് ജോയ്, ദ മെഡോസ് ലാഫ് വിത്ത് ലവ്ലി ഗ്രീൻ. അപ്പൊ അതാണ് പെർസോണിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് എന്തായിരിക്കും? നമുക്കൊരു ലൈൻ തന്നിട്ട് അല്ലെങ്കിൽ 4 ലൈൻ തന്നിട്ട് ഇതിനകത്ത് പറയുന്നത് പെർസോണിഫിക്കേഷൻ, ഏത് ലൈനാണ് പെർസോണിഫിക്കേഷൻ എന്ന് ഓപ്ഷനും കാണും. അപ്പൊ അത് കണ്ടെത്താൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പെർസോണിഫിക്കേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് ബി കറക്റ്റ് വിത്ത്, we should know the definition of personification and you should be able to identify personification from the stanza. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ട? പെർസോണിഫിക്കേഷൻ എന്താണെന്ന് അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പെർസോണിഫിക്കേഷൻ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ? ഇനി ഇതിൽ നിന്നും തന്നെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ കണക്ട് ചെയ്തങ്ങ് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മൾ ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് കണക്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് മറക്കത്തില്ല നിങ്ങൾ. ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയാം. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാല് ഇമേജറി. അത് നമ്മൾ പേജ് നമ്പർ 117 ഒരു ഇമേജറി പഠിക്കുന്നുണ്ട്. That is visual image that we are studying in page number 117. We are studying a visual imagery. പഠിക്കുന്നുണ്ട് അതിനകത്ത്. വിഷ്വൽ ഇമേജറി എന്ന് പറഞ്ഞാല് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ. ഒരു പോയത്തില് ഒരു കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളെ നമ്മൾ വിഷ്വൽ ഇമേജറി എന്ന് പറയും. അതിനെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എന്ത് പേരിൽ അറിയപ്പെടും? വിഷ്വൽ ഇമേജറി എന്ന പേരിൽ അറിയപ്പെടും. സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അത് വിഷ്വലി. ഒരു പോയത്തിൽ നമ്മൾ വാഗ്മയ ചിത്രങ്ങൾ എന്ന് മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആ ചിത്രങ്ങൾ, കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നോക്കിയേ, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഈ സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ലൈൻസ് വരുമ്പോൾ അതിനെ ഓഡിറ്ററി ഇമേജറി എന്ന് പറയും. അതിന് പറയുന്നതാണ് ഓഡിറ്ററി ഇമേജറി. അതുപോലെ ടച്ചുമായിട്ട് ബന്ധപ്പെട്ട, സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ
അതിന് ടാക്ടൈൽ ഇമേജറി എന്ന് പറയും. ഈ പേരൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ജസ്റ്റ് വേണ്ടവരൊന്ന് കുറിച്ച് വെച്ചോളൂ ഈ പേരുകൾ കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്, പണ്ട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത് കേട്ടോ. അതുപോലെ സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറിക്ക് ഓൾഫാക്ടറി ഇമേജറി എന്ന് പറയും. അതുപോലെ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറിക്ക് ഗസ്റ്റേറ്ററി ഇമേജറി എന്ന് പറയും. അപ്പൊ ഈ ഇത്രയും എന്തോ ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യും, ഒന്നും കൂടി ഞാൻ ഇതെല്ലാം പറയും, അപ്പൊ നിങ്ങൾ അത് എഴുതിയെടുക്കുക. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ആവണ്ട, മനസ്സിലായില്ലെന്ന് വിചാരിച്ച് ടെൻഷൻ ആവണ്ട, ഇതെല്ലാം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ടു ജസ്റ്റ് ലിസൺ. ഓക്കെ. സോ ഫസ്റ്റ് വിഷ്വൽ ഇമേജറി, അതായത് സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി. സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി അതിന് പറയുന്ന പേരാണ് വിഷ്വൽ ഇമേജറി. അടുത്ത സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറി, നമ്മൾ കേൾക്കാൻ സാധിക്കുന്നു. ഇപ്പം see I was walking through the forest, then I could hear the sound of a lion, എന്താണ് the roaring sound of a lion. So that we can say that is an auditory imagery, കേൾക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട. അടുത്തത് ടാക്ടൈൽ ഇമേജറി എന്ന് വെച്ചാൽ ടച്ചുമായിട്ട് ബന്ധം. I could touch the softness of the leaves, tender leaves of the tree. അങ്ങനെ ഒരു ലൈൻ വന്നു വരികയാണ്, എന്താണ് അത്? ടാക്ടൈൽ ഇമേജറി. ഇനി അടുത്തെന്താണ്? The fragrant smell attracted me towards the flower എന്ന് ലൈൻ പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? സ്മെല്ലാണ്. അതെന്താണ്? ഓൾഫാക്ടറി ഇമേജറി എന്ന് പറയുന്നതാണ് ഓൾഫാക്ടറി ഇമേജറി. അടുത്ത ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇമേജറിയാണ് ഗസ്റ്റേറ്ററി ഇമേജറി. ടാക്ടൈൽ ഇമേജറി ടച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ടാക്ടൈൽ ഇമേജറി. ഓക്കെ. പേര് കൂടി പറയാൻ ഞാൻ. ദ പോം ഹൈപ്രിയോൺ ബൈ ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിന്റെ ഹൈപ്രിയോൺ എന്ന പോയത്തില് ഈ എല്ലാ ഇമേജറിയും ആ ലൈൻസിൽ വരുന്നു. അപ്പൊ നിങ്ങൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ പോയം കിട്ടും. അതിനകത്ത് എല്ലാ ഇമേജറിയും അതിനകത്ത് വരുന്നുണ്ട്. ആ പോയം നന്നായിട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഓരോ ഇമേജറിയും അതിനകത്ത് നിന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇമേജറി ഈ പേരുകളല്ല, ഈ ലൈൻസ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓരോ ഇമേജറിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിന്റെ പേരൊന്നും കൂടി പറയാം. വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി, ടാക്ടൈൽ ഇമേജറി, olfactory imagery, gustatory imagery. So these are the imageries I mentioned now. ഒന്ന് പറയാമോ? എന്താണ് ടീച്ചറെ ഇമോജി നിർത്താൻ പറയൂ. See, you don't worry about sending imagery. You just listen to the class. Okay. അടുത്ത നോക്കിയേ. ഒരു ഇമോജി ഇടുന്നുണ്ടോ? നോക്കി അവരെ റിമൂവ് ചെയ്തേക്കാം. നോക്കി, അടുത്ത ഒരു ചെറിയ ടോപ്പിക് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. നമുക്ക് ഇങ്ങനെ കുറെ സമയം ആദ്യമേ കുറച്ച് സമയം പോയത് കൊണ്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് കൂടി ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാല് അതും പരീക്ഷയ്ക്ക് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അത് റിലേറ്റീവ് പ്രൊനൗൺ. അത് അനദർ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇസ് റിലേറ്റീവ് പ്രൊനൗൺ. ഇത് നമുക്ക് ചോദിക്കുന്നത് എന്താണ് റിലേറ്റീവ് പ്രൊനൗൺ? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 5ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്, 6ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏകദേശം കുറച്ച് പേർക്ക് അറിയാമായിരിക്കും റിലേറ്റീവ് പ്രൊനൗൺ എന്താണെന്ന്. അതായത് നമ്മൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. റിലേറ്റീവ് എന്താണ്? ആ വാക്ക് റിലേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ പറയും നമ്മുടെ റിലേറ്റീവ്സ് എന്ന് പറയും, നമ്മുടെ ബന്ധത്തിലുള്ളവർ അല്ലെ റിലേറ്റീവ്സ്. അപ്പൊ റിലേറ്റ് ചെയ്യുന്നത് അല്ലെ, ഒന്നിനോടൊന്ന് റിലേറ്റ് ചെയ്യുന്നത്, ആ വാക്കിനാണ് നമ്മൾ റിലേറ്റീവ്സ് എന്ന്. എന്താണ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ? മോനെ അത് റെക്കോർഡ് ചെയ്ത് ക്ലാസ് കിട്ടും, അത് കേട്ടാ മതി. ഇപ്പൊ പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കുക. വാട്ട് ഈസ് റിലേറ്റീവ് പ്രൊനൗൺ? റിലേറ്റീവ് പ്രൊനൗൺ ഇസ് എ ടോപ്പിക്, അതായത് റിലേറ്റ് ചെയ്യുന്നത്, ബന്ധപ്പെടുത്തുന്ന, അതാണ് റിലേറ്റീവ് എന്നുള്ള വേർഡിന്റെ അർത്ഥം. നമുക്കറിയാമല്ലോ, ആ വേർഡ് വളരെ ഫെമിലിയർ വേർഡാണ്. എന്താണ് പ്രോനൗൺ? അപ്പൊ നമുക്ക് പലപ്പോഴും ചിലർക്കൊക്കെ അറിയായിരിക്കും എന്താണ് പ്രോനൗൺ. ഒരു നിമിഷം ടീച്ചറെ ഒന്നുകൂടെ ഇടപെട്ടോട്ടെ. ഒരു ഒന്ന് രണ്ട് കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഇമോജി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ ഒന്ന് ഇടപെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇടപെട്ട സാറേ, ഞാൻ ഏതാണ്ട് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് 1600 കുട്ടികളുള്ള ഒരു ഗൂഗിൾ മീറ്റ് ആണ് കഴിഞ്ഞ തവണ നമ്മൾ LSSന്റെ ക്ലാസ്സിന് തുടക്കത്തിലെടുത്തത്. അപ്പോൾ ഇതേപോലെ തന്നെ ഡിസ്റ്റർബൻസ് കൂടിയപ്പോൾ നമ്മൾ ക്ലാസ് നിർത്തിവെക്കുകയും അടുത്ത ദിവസം ഈ 1600 വെറും 50 പേരെ മാത്രം നമ്മൾ ഗൂഗിൾ ഫോമിൽ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്ത് 50 പേരെ വെച്ചിട്ടാണ് പിന്നീട് ആ ക്ലാസ് എടുത്തു കൊടുത്തത്. പിന്നെ റെക്കോർഡഡ് ക്ലാസ് മാത്രമേ ഈ കുട്ടികൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തമാശ കാണിക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ ദയവ് ചെയ്ത് ലെഫ്റ്റായി പോവുക. കാരണം ഇതിനകത്തിന്റെ മെസ്സേജിലും അല്ലാതെ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ പോലും പല കുട്ടികളും ഇവിടെ പറയുന്നുണ്ട് ഈ എന്താണ് ഇമോജി ഇട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പൊ അവരെ വെറുതെ ശല്യം ചെയ്യുന്നവർ ദയവായിട്ട് ലെഫ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ സാറേ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഷാൽ ഐ കണ്ടിന്യൂ? Hello. Okay. So another important topic is relative pronoun. So what is relative pronoun? I told you that relative is something that is related. Relate ചെയ്യുന്ന, ബന്ധപ്പെടുത്തുന്ന. So what is a pronoun? കുട്ടികൾക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് ആണ്. Pronoun is a word that is a noun that is used instead of a noun. A word that is used instead of a noun is called a pronoun. അതായത് നമുക്കറിയാം, നമ്മുടെ പേരിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പം സീത ഇസ് എ ഡാൻസർ, ഷീ ഈസ് ഓൾസോ എ സിംഗർ എന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ എന്താ, ഷീ എന്ന് പറയുന്നത് അതിന് പകരം ഉപയോഗിച്ചൊരു പ്രോനൗൺ ആണ്. അപ്പൊ അതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്താണ് പ്രോനൗൺ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ ഞാൻ. ഓക്കെ, ഇനി എന്താണ് റിലേറ്റീവ് പ്രോനൗൺ? റിലേറ്റീവ് പ്രോനൗൺ ഇസ് കണക്ട് ക്ലോസ് ഓർ ഫ്രേസ് ടു എ നൗൺ ഓർ എ പ്രോനൗൺ. റിലേറ്റീവ് ക്ലോസ് പ്രൊവൈഡ്സ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ നൗൺ. അതായത് റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ അടുത്ത സെന്റൻസിൽ കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് ആവർത്തിക്കുന്നില്ല, നമ്മൾ അതിന് പകരമാണ് റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. ഇപ്പൊ പ്രധാനപ്പെട്ട റിലേറ്റീവ് പ്രോനൗൺ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറയാം. ഇപ്പൊ പ്രധാനമായും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാല് ഹൂ, ഹും, വേർ, വെൻ, വിച്ച്, ദാറ്റ്. So these are the important relative pronoun that is usually asked in USS exam. So last year also some questions were asked from the USS exam from this topic. ഈ പ്രധാനപ്പെട്ട പ്രോനൗൺസ്, റിലേറ്റീവ് പ്രോനൗൺസ് ഏതാണെന്നും അതിനകത്തുനിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് റിലേറ്റീവ് പ്രോനൗൺ ഏതൊക്കെയാണ്? ഹൂ, ഹും, വേർ, വെൻ, വിച്ച്, ദാറ്റ്. ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഒരു ടെക്നിക്ക് മാത്രം മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അതിന്റെ ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത്. അതായത് ഹൂ ഈസ് യൂസ്ഡ് ഫോർ പീപ്പിൾ, ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴാണെങ്കിൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കൂടി പറഞ്ഞു പോകും, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഹൂ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ, ഒരു പേഴ്സണെ റിലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത്. നോക്കിയേ, ദ ഗേൾ who won the competition is my sister. അതായത് എന്റെ സിസ്റ്റർ ആണ് ആ കോമ്പറ്റീഷൻ വിൻ ചെയ്തത്. അപ്പൊ എന്റെ സിസ്റ്ററുമാണ് കോമ്പറ്റീഷൻ വിൻ ചെയ്ത വ്യക്തിയുമാണ്. സിസ്റ്ററിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ കൊടുത്തത് ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചാണ്. ഓക്കെ, ദ ഗേൾ ഹു വൺ ദ കോമ്പറ്റീഷൻ ഇസ് മൈ സിസ്റ്റർ. ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞായതുകൊണ്ടാണ് നമ്മളവിടെ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചത്. അടുത്ത ഹും, യൂസ് ടു ഷോ പൊസഷൻ. അതായത് ആ വ്യക്തിയെ കുറിച്ച് തന്നെ സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് ഹും ഉപയോഗിക്കുന്നത്, എഴുതുന്നത്. നമ്മൾ ഹും എന്ന് പറയുന്ന റിലേറ്റീവ് ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ എന്നാലും ഒരു പൊസഷൻ കാണും. ഒരു സ്വന്തം എന്ന് പറയുന്നത്, എന്റേതാണ്, സ്വന്തം എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഹും. ആരുടേതാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്നതാണ് ഹും. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ദ ഗേൾ ഹും ഐ മെറ്റ് യെസ്റ്റർഡേ ഇസ് മൈ ഫ്രണ്ട്. ഞാൻ ഇന്നലെ കണ്ട ആ കുട്ടി എന്റെ ഫ്രണ്ടാണ്. ദ ഗേൾ ഹും ഐ മെറ്റ് യെസ്റ്റർഡേ ഇസ് മൈ ഫ്രണ്ട്. ഇന്നലെ ഞാൻ കണ്ട ആ കുട്ടി എന്റെ ഫ്രണ്ടാണ്. അവിടെ അതാണ് ഹും ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് വേർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ആണ്. വേർ, ഇത് എപ്പോഴും വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം വേർ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ
ഏതെങ്കിലും ഒരു ലൊക്കേഷൻ, ഒരു പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ ആണ് നമ്മൾ വേർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. നോക്കിയേ, ദിസ് ഈസ് ദ ഹൗസ് വേർ ഐ വാസ് ബോൺ. ഈ വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഈ വീട്ടിലാണ്, ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേക ലൊക്കേഷൻ പറയുകയാണ്. അതിനാണ് നമ്മൾ വേർ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത്. അടുത്തത് വെൻ. വെൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം യൂസ്ഡ് ഫോർ ടൈം, ഒരു ടൈം ഷെഡ്യൂൾ കാണിക്കാനുള്ള റിലേറ്റീവ് പ്രൊനൗൺ ആണ് വെൻ. ആൻഡ് എക്സാമ്പിൾ എന്താണ്? ഐ റിമെമ്പർ ദ ഡേ when we first met. I still remember the day when we first met. നമ്മൾ ആദ്യം കണ്ട ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ ദിവസത്തിനെ കാണിക്കാനാണ്, ആ സമയത്തെ കാണിക്കാനാണ് when എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അടുത്തൊരു റിലേറ്റീവ് പ്രൊനൗൺ ഉണ്ട്, that. യൂസ് ഫോർ പീപ്പിൾ, അനിമൽസ് ആൻഡ് തിങ്സ്. അത് ദാറ്റ്, അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും നമുക്ക്. വിച്ച് ആണോ ദാറ്റ് ആണോ ഉപയോഗിക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് യൂസ്ഡ് ഫോർ പീപ്പിൾ, അനിമൽസ് ആൻഡ് തിങ്സ്. ഇത് ഹൂവും വിച്ചും ദാറ്റും ഉപയോഗിക്കുന്നത് നമുക്ക് മിക്കവാറും ചോദിക്കുന്ന ഏതാണെന്നറിയോ? ഹൂവും വിച്ചും ദാറ്റും ആണ്. ഇതിൽ മൂന്ന് ഏതെങ്കിലും ആണ് മിക്കവാറും ചോദിക്കുന്നത്. അപ്പൊ ദാറ്റിനകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരും. നോക്കി, ദാറ്റ് ഉപയോഗിക്കുന്നത് പീപ്പിൾ, ആൾക്കാരെ പറയാനും ദാറ്റ് ഉപയോഗിക്കും, ആനിമൽസിനെ പറയാനും ദാറ്റ് ഉപയോഗിക്കും, തിങ്സിനെ പറയാനും ദാറ്റ് ഉപയോഗിക്കും. അപ്പൊ എവിടേക്കാണ് ദാറ്റും എവിടേക്കാണ് വിച്ച് ഉപയോഗിക്കുന്നത് കൺഫ്യൂഷൻ വരും. അതായത് ലെസ് ഫോമൽ ദാൻ, അതായത് അത്രയ്ക്ക് ഫോമൽ അല്ലാത്തൊരു കാര്യം, അവിടെ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. അത്രയ്ക്ക് ഫോമൽ അല്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ദാറ്റ് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടി ആദ്യം പറഞ്ഞതെല്ലാം ഒന്നും കൂടി പറയാം, ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ്സ് ടൈം ഗെറ്റിംഗ് ലേറ്റ്. ഓക്കെ, ഹൂ, whom, where, when, which, that. So these are the relative pronouns we studied. അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ടീച്ചറിനോട് ചോദിച്ച സംശയം ഉള്ളവരാണ് നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട്, നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചറിനോട് ചോദിച്ചാൽ കുറച്ചുകൂടി വിശദമാക്കി തരും നിങ്ങൾക്ക്. അപ്പൊ നമുക്കൊരു ഓൺലൈൻ ക്ലാസ്സിൽ ഇത്രയൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കാൻ സാധിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഇന്ന് പഠിച്ച ഓരോ ടോപ്പിക്കുകളും ഞാൻ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ടീച്ചറെ ഹൈപ്പർബോള ഒന്ന് പറഞ്ഞുതരുമോ? ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊന്ന് ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കേ. ആദ്യമേ നമ്മൾ പറഞ്ഞ എന്താണ്? ആദ്യം പറഞ്ഞ എന്തായിരുന്നു? റിഫ്രെയിൻ. രണ്ടാമത് പറഞ്ഞത് അലിട്രേഷൻ. മൂന്നാമത് പറഞ്ഞത് അസോണൻസ്. നാലാമത് പറഞ്ഞത് റൈമിംഗ്. അഞ്ചാമത് റൈമിംഗ് സ്കീം. പിന്നെ പറഞ്ഞ എന്തായിരുന്നു? റൈമിംഗ് സ്കീം കഴിഞ്ഞ് എന്തായിരുന്നു പറഞ്ഞത്? പെർസോണിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഇമേജസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞതാണ് ലാസ്റ്റ് പറഞ്ഞത് റിലേറ്റീവ് പ്രൊനൗൺ. അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ഒന്ന് വിശദമായി നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇത് ഇതിനകത്തൊന്നും നിങ്ങൾക്ക് എന്തായാലും ഈ USSന് കുറച്ച് ചോദ്യങ്ങൾ കിട്ടാതിരിക്കില്ല ഈ ടോപ്പിക്കിൽ നിന്ന്. അതുപോലെ ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ആ പാസേജ്, നമുക്ക് വരുന്ന പാസേജ് നേരത്തെ പറഞ്ഞില്ലേ, you will get 4 marks out of that passage. So if you read that passage very carefully, at least 5 times if you read that passage, you will get all the answers correct. നമ്മൾ ആദ്യം വായിക്കുമ്പോൾ so we may feel that നമുക്ക് എന്ത് തോന്നും? Oh, it's very difficult, this passage, I don't understand anything എന്നൊരു സംശയം തോന്നും. പക്ഷേ if you read again and again, it will be clear to you. നമുക്ക് വരുന്ന വേർഡുകളെല്ലാം വളരെ ഫെമിലിയർ ആക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് നമുക്ക് അറിയാവുന്ന വേർഡ്സുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കുക. അപ്പൊ നമുക്ക് ആ പാസേജ് ക്ലിയർ ആവും. അപ്പൊ പാസേജ് ക്ലിയർ ആകുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഓരോ ചോദ്യങ്ങൾ വായിക്കുക. ഓരോ ചോദ്യങ്ങൾ വായിച്ചിട്ട് ആ ചോദ്യങ്ങൾ ആൻസർ ആ പാസേജിന് എവിടാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടെത്തുക. അപ്പൊ ഇതിന് അങ്ങനെ 4 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ പോം, മിക്കവാറും നമുക്ക് വരുന്ന സിമ്പിൾ ആയിട്ടുള്ള പോം ആയിരിക്കും. അപ്പൊ ആ പോമിനകത്തു നിന്നായിരിക്കും മിക്കവാറും ഞാൻ ഇന്ന് പഠിപ്പിച്ച പോയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചിലപ്പോൾ ആ പോയമിനകത്തും ചോദിക്കും. പിന്നെ പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിലെ ടെക്സ്റ്റ് 2 പാർട്ട് 1ഉം പാർട്ട് 2 ആ ടെക്സ്റ്റിലെ മൊത്തം ഗ്ലോസറിയിലെ മീനിങ്സ്, അത് എല്ലാ ന്യൂ വേർഡ്സും നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ഡിക്ഷണറി ഉണ്ടാക്കുക. എല്ലാ ന്യൂ വേർഡ്സും ആ ഡിക്ഷണറിയിൽ എഴുതി വെച്ച് നന്നായിട്ട്
അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പാസേജ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള മൊത്തം വേർഡ്സ് നമ്മൾ പഠിക്കുക. അപ്പൊ നമുക്ക് മൊത്തം 15 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഇനി വരുന്നത് നിങ്ങൾക്ക് വരുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ ഒരു ചോദ്യം വരും, ഒരു പ്രിപ്പോസിഷന്റെ ഒരു ചോദ്യം വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. മനസ്സിലാക്കി തരാം. വേറെ കുറെ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാനുണ്ട് നിങ്ങൾ. ഇപ്പൊ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എങ്കിലും ഇത്രയും 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചുള്ളൂ. അത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ ഷാൽ ഐ വൈൻഡ് അപ്പ് ദിസ് ക്ലാസ്? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്പർ ഉണ്ട്, അപ്പൊ ചോദിച്ചാൽ മതി. ടീച്ചറെ സാറേ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഒരു നിമിഷം ടീച്ചർ.